യൂറോപ്പിന്റെ തെക്ക് ഭാഗത്തുള്ള മോണ്ടിനെഗ്രോ എന്ന കൊച്ചു രാജ്യം ഇന്ത്യയുടെ 4 ഇരട്ടി ആളോഹരി വരുമാനമുള്ള ഒരു ധനിക രാജ്യമാണ്. ഈ രാജ്യത്തിൽ 20% മുസ്ലിങ്ങളാണ് താമസിക്കുന്നത്. ബോസ്നിയാക് വംശജരും അൽബാനിയൻ വംശജരും കൂടുതലായി ഇവിടെ താമസിക്കുന്നു. ക്രൊയേഷ്യൻ വംശജരായ മുസ്ലിങ്ങളും ഇവിടെയുണ്ട്. മോണ്ടിനെഗ്രോയിലെ റൊസാജെ മുനിസിപ്പാലിറ്റിയിൽ 100% മുസ്ലിങ്ങളാണ്. ഏകദേശം 23,000-ഓളം മുസ്ലിങ്ങൾ റൊസാജെ മുനിസിപ്പാലിറ്റിയിൽ താമസിക്കുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് 1000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന റൊസാജെ മുനിസിപ്പാലിറ്റി ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറിയിട്ടുണ്ട്. യൂറോപ്പിലെ ഏറ്റവും മനോഹരമായ രാജ്യമായി മോണ്ടിനെഗ്രോയെ യാഹൂ ട്രാവൽ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഈ രാജ്യത്തിനുള്ളിൽ കോട്ടോർ ഉൾക്കടൽ ഉള്ളതുകൊണ്ട് ധാരാളം ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നുണ്ട്. ചൂടുകാലത്ത് 40 ഡിഗ്രി വരെ ടെമ്പറേച്ചർ ഉയരാറുണ്ട്. തണുപ്പ് കാലത്ത് 0 ഡിഗ്രിയിൽ എത്താറുമില്ല. അതുകൊണ്ട് വർഷം മുഴുവൻ മെഡിറ്ററേനിയൻ കാലാവസ്ഥയുള്ള ഒരു രാജ്യമായി മോണ്ടിനെഗ്രോയെ കണക്കാക്കുന്നു. 1000 വർഷം പഴക്കമുള്ള ഈ രാജ്യത്തിൽ അനേകം ചരിത്ര സ്മാരകങ്ങളും മോണിമെന്റ്സും ഉണ്ട്. പണ്ട് യുഗോസ്ലാവിയയുടെ ഒരു സംസ്ഥാനമായിരുന്നു മോണ്ടിനെഗ്രോ. കേരളത്തിന്റെ 1/3 ഭാഗം മാത്രം വലിപ്പമുള്ള മോണ്ടിനെഗ്രോയിൽ 6 ലക്ഷം ജനങ്ങൾ താമസിക്കുന്നു. ഇവിടെയുള്ള ജനങ്ങളെക്കാൾ കൂടുതലായി ടൂറിസ്റ്റുകളാണ് എണ്ണത്തിൽ കാണാൻ പറ്റുന്നത്. ഒരു വർഷം 16 ലക്ഷം ടൂറിസ്റ്റുകളെ മോണ്ടിനെഗ്രോ ആകർഷിക്കുന്നു. കൂടുതൽ ടൂറിസ്റ്റുകളും കോട്ടോർ ഉൾക്കടൽ കാണുവാൻ വേണ്ടിയാണ് ഇവിടെ വരുന്നത്. മോണ്ടിനെഗ്രോയുടെ തലസ്ഥാനമായ പോഡ്ഗോറിക്ക മനോഹരമായ ഒരു നഗരമാണ്. രാജ്യത്തെ ജനങ്ങളിൽ 1/3 ഭാഗവും പോഡ്ഗോറിക്ക നഗരത്തിലാണ് താമസിക്കുന്നത്. ടൂറിസ്റ്റുകൾ നഗരം കാണുവാൻ വേണ്ടി ഹെലികോപ്റ്റർ സവാരി ഉപയോഗപ്പെടുത്തുന്നു. അതിമനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ ഹെലികോപ്റ്റർ യാത്രയിൽ കൂടി മാത്രമേ വേണ്ട വിധത്തിൽ ആസ്വദിക്കാൻ പറ്റുകയുള്ളൂ. കോട്ടോർ ഉൾക്കടലിന്റെ 2 ഭാഗത്തുമായി ധാരാളം റിസോർട്ടുകളും 5-നക്ഷത്ര ഹോട്ടലുകളുമുണ്ട്. ധനികർ മാത്രം വരുന്ന ഒരു രാജ്യമായി മോണ്ടിനെഗ്രോ അറിയപ്പെടുന്നു. സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റുന്ന ലോഡ്ജുകളോ റെസ്റ്റോറൻറ്റുകളോ ഇവിടെയില്ല. ഇന്ത്യയുടെ 3000 രൂപയെങ്കിലും കൊടുക്കാതെ ഒരു നേരം ഭക്ഷണം കഴിക്കാനും മോണ്ടിനെഗ്രോയിൽ പ്രയാസമാണ്. മോണ്ടിനെഗ്രോയിലെ പ്രകൃതി ഭംഗി കാണുവാൻ വേണ്ടി പ്രത്യേകമായി റെയിൽപാത ഉണ്ടാക്കിയിട്ടുണ്ട്. അയൽരാജ്യമായ സെർബിയയിലെ ബെൽഗ്രേഡ് നഗരത്തിൽ നിന്നും മോണ്ടിനെഗ്രോയിലെ ബാർ നഗരത്തിലേക്കാണ് ഈ റെയിൽവേ ലൈൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ധാരാളം വയാഡക്റ്റുകളും മനോഹരമായ പാലങ്ങളുമുള്ള ഈ റെയിൽവേ ട്രാക്കിൽ കൂടി ടൂറിസ്റ്റുകൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി യാത്ര ചെയ്യുന്നു. മോണ്ടിനെഗ്രോയിൽ വരുന്ന ടൂറിസ്റ്റുകൾ കൂടുതലായി നല്ല ഭക്ഷണം കഴിക്കുവാനും നല്ല കാലാവസ്ഥ ആസ്വദിക്കുവാനും പ്രകൃതി ഭംഗി ആസ്വദിക്കുവാനും വേണ്ടി വരുന്നവരാണ്. ചെലവ് ചുരുങ്ങിയ ടൂറിസം ഇഷ്ടപ്പെടുന്നവർ ഒരിക്കലും മോണ്ടിനെഗ്രോയിൽ വരാറില്ല. ഇവിടെ ഫാസ്റ്റ് ഫുഡ് ചെയിൻ റെസ്റ്റോറൻറ്റുകൾ ഒന്നും തന്നെയില്ല. അതുകൊണ്ട് അല്പം ചെറിയ നിരക്കിൽ ഭക്ഷണം കഴിക്കാൻ ഒരു നിർവാഹവുമില്ല. ചെലവ് ചുരുങ്ങിയ ലോഡ്ജുകളും ഇവിടെയില്ല. ഹൈവേകൾക്കരികിലുള്ള മോട്ടലുകളിൽ മാത്രമാണ് അല്പം വാടക കുറവുള്ളത്. എങ്കിലും മോട്ടലുകളിലും 5000 ഇന്ത്യൻ രൂപയെങ്കിലും കൊടുക്കേണ്ടി വരും. വാഹനയാത്രക്കാർക്ക് വേണ്ടി പ്രത്യേകമായി സജ്ജീകരിച്ച ലോഡ്ജുകളെയാണ് മോട്ടൽ എന്ന് വിളിക്കുന്നത്. കേരളത്തിൽ കണ്ണൂർ ജില്ലയിലെ ധർമ്മശാലയിൽ ഗവൺമെന്റ് ഉടമസ്ഥതയിലുള്ള ഒരു മോട്ടലുണ്ട്. ആരാം എന്നാണ് ഈ സ്ഥാപനത്തിന്റെ പേര്. മോണ്ടിനെഗ്രോക്ക് ഐക്യരാഷ്ട്രസഭയിൽ മെമ്പർഷിപ്പ് ഉണ്ട്. അതുപോലെ നാറ്റോയിലും മെമ്പർഷിപ്പ് ലഭിച്ചിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയനിൽ മെമ്പർഷിപ്പിന് അപേക്ഷ നൽകിയിട്ടുണ്ട്. അനുകൂലമായി പരിഗണിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. തുർക്കിയുടെ അപേക്ഷ റിജക്റ്റ് ചെയ്ത യൂറോപ്യൻ യൂണിയൻ മോണ്ടിനെഗ്രോക്ക് കൂടുതൽ പരിഗണന കൊടുക്കുന്നു. അതിന് കാരണം തുർക്കിയിലെ മുസ്ലിങ്ങൾ യാഥാസ്ഥികരും മോണ്ടിനെഗ്രോയിലെ മുസ്ലിങ്ങൾ മോഡേണും ആയതുകൊണ്ടാണ്. മോഡേൺ മുസ്ലിങ്ങൾ യൂറോപ്പിലെ ക്രിസ്ത്യാനികളുമായി എളുപ്പത്തിൽ യോജിച്ചു പോകുമെന്ന് യൂറോപ്യൻ യൂണിയൻ കരുതുന്നു. എങ്കിലും വലിയ രാജ്യമായ തുർക്കിക്കാണ് യൂറോപ്യൻ യൂണിയനിൽ ചേരാൻ കൂടുതൽ അവകാശമുള്ളത്. മോണ്ടിനെഗ്രോയെ ഇപ്പോൾ തന്നെ കൗൺസിൽ ഓഫ് യൂറോപ്പിൽ അംഗത്വം നൽകി ആദരിച്ചിട്ടുണ്ട്. മോണ്ടിനെഗ്രോയിലെ പ്രധാനമന്ത്രി 40 വയസ്സുകാരനായ ഡ്രീറ്റൻ അബാസോവിക് ആണ്. അൽബാനിയൻ വംശജനായ ഒരു മുസ്ലിമാണ് ഇദ്ദേഹം. രാഷ്ട്രമീമാംസയിലും അന്താരാഷ്ട്ര ബന്ധങ്ങളിലും അദ്ദേഹത്തിന് ബിരുദങ്ങൾ നേടാൻ പറ്റിയിട്ടുണ്ട്. പണ്ട് അദ്ദേഹം ഒരു ഹൈസ്കൂൾ അധ്യാപകനായിരുന്നു. മോണ്ടിനെഗ്രോയുടെ തലസ്ഥാനമായ പോഡ്ഗോറിക്ക 2 ലക്ഷം ജനങ്ങൾ താമസിക്കുന്ന ഒരു മഹാനഗരമാണ്. നഗരത്തിന്റെ ഒരു ഭാഗത്ത് പണ്ട് തുർക്കിക്കാരുണ്ടാക്കിയ പൗരാണിക നഗരം കാണാം.
ടൂറിസ്റ്റുകൾ കൂടുതൽ വരുന്നത് ഈ ഭാഗത്താണ്. ധാരാളം ജുമാഅത്ത് പള്ളികളും ടർക്കിഷ് ടൗണിലുണ്ട്. അതുപോലെ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന മറ്റൊരു കാഴ്ചയാണ് മില്ലേനിയം ബ്രിഡ്ജ്, അതുപോലെ മാൾ ഓഫ് മോണ്ടിനിഗ്രോ തുടങ്ങിയ ഡെസ്റ്റിനേഷനുകൾ.